നമസ്കാരം. ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വളരെ സന്തോഷകരമായ കേരളത്തിലേക്ക് രണ്ടാമത്തെ തവണയാണ് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം രണ്ടാമത്തെ തവണയാണ് ദാദാ ഫാൽക്കെ അവാർഡ് കേരളത്തിലെത്തുന്നത്. അതിൻ്റെ സന്തോഷവും മാധുര്യവും ഒക്കെ നുണഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. ഒരിക്കലും നമുക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എപ്പോഴും ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണല്ലോ ലാലേട്ടൻ. അപ്പം അതുകൊണ്ട് തന്നെയല്ല നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു മഹാനടൻ അങ്ങനെ ഒരു സംഭവം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. അതിൻ്റെ കൂടെ ബിഗ് ബോസിൽ ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ലാലേട്ടൻ അനുമോൾ ഒരു മാലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, നൂറ കരഞ്ഞുകൊണ്ട് ഓടുന്നു ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ട്വിസ്റ്റ് വരാം. അതിലെയാണ് നമ്മളുടെ ലിസ്റ്റിലുള്ളത്, അതിലെ പോകുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിനുള്ള സാധ്യതകളെല്ലാം കാണിച്ച് നമുക്ക് തരും, ഒരു സൂചനകൾ തന്നിട്ടുമുണ്ട്. പക്ഷേ വേണമെങ്കിൽ റെന ഫാത്തിമയാകാം, ബിന്നിയാവാം. ബിന്നിയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ കോമഡിയാണ്. ഇന്നലത്തെ ഒരു എപ്പിസോഡൊക്കെ കണ്ടാൽ അവർ ചൈനയിൽ പോയി ഡോക്ടർ പഠിച്ച് രക്തം കട്ട പിടിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ പ്ലാസ്മ ആരോ അവിടെ അടുത്ത് നിന്ന് അറിയാവുന്ന തലയ്ക്കകത്ത് വിവരമുള്ള ആരും, എനിക്കൊന്ന് അനീഷായിരിക്കും, PSC ഒത്തിരി പഠിച്ച ആളായതുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് പുള്ളി അത് പറഞ്ഞു. എല്ലാം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് വിഷ്ലിപ്പിയായിട്ടിരിക്കുന്ന. സത്യം പറഞ്ഞാൽ ചൈനയിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതാണ്. ചൈനയിൽ നിന്ന് വന്നവർക്കൊക്കെ ഇവിടെ ഇന്ത്യയിലെ ഒരു ടെസ്റ്റ് എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഇവിടെ അത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു സംഭവം. പക്ഷേ അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ടെസ്റ്റ് എഴുതി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് കൊണ്ട് അവർക്ക് ഇവിടെ ചികിത്സിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു കണക്കിന് എനിക്കറിയില്ല, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല, നമുക്ക് സംസാരിക്കണ്ട. പക്ഷേ അതൊക്കെ ഇന്നലെ വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ. 1.5 മണിക്കൂർ സത്യം പറഞ്ഞാൽ പോയത് അറിയില്ല. തീർന്നു പോകരുതേ എന്ന് ചിന്തിച്ച ഒരു ദിവസമായിരുന്നു. സത്യത്തിൽ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ച ഒരു സംഭവമൊക്കെ. ഒത്തിരി രസകരമായ സംഭവങ്ങൾ, അത് സ്പോട്ട് ജോക്കുകളായിരുന്നു. നമ്മൾ പിന്നീടൊന്ന് പറഞ്ഞാൽ നമുക്ക് രസം വരില്ല. അന്നേരപ്പെടുത്തിയ രസങ്ങളാണ് അല്ലേ. ചില തമാശകൾ അങ്ങനെയാണ്, അന്നേരപ്പെടുത്തെ കേൾക്കുമ്പോൾ രസം, പിന്നെ നമ്മളത് ആവർത്തിച്ചാൽ അതിൻ്റെ രസം അങ്ങ് പോകും. അങ്ങനെയുള്ളൊരു കുറേ തമാശകൾ നല്ല രസമുള്ള. അപ്പോൾ ഇന്ന് പക്ഷേ എങ്കിൽ 50ാമത്തെ ദിവസമാണ്. അതേപോലെ എവിക്ഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള കാര്യം. അതായത് ഷാനവാസ് ഉണ്ട്, നെവിനുണ്ട്, മറ്റേ ആദിലയുണ്ട്, റെന ഫാത്തിമയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പം ആരുണ്ട്, ആരാണ് ഇന്ന് എവിക്റ്റ് ആവുക എന്നറിയില്ല. എന്തായാലും നമുക്ക് നൂറയുടെ കരച്ചിൽ കാണുമ്പോൾ ആദിലയാണെന്ന് ഉറപ്പിക്കുക നമുക്ക് തോന്നും. പക്ഷേ ഇത് സസ്പെൻസ് ഉണ്ടാവാം, പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് മിസ്സാവാതെ കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിനാണ് അഭിനന്ദനം അല്ലേ. കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കിട്ടിയ ഒരു മഹാനടന് കിട്ടിയ ഒരു പുരസ്കാരം എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞായറാഴ്ചയാണ്, എൻജോയ് ചെയ്യുക. വൈകിട്ടത്തെ ബിഗ് ബോസ് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക.